ബ്രദറിനെ പോലെ കൂടെ ഉണ്ടായിരുന്നു. നന്ദി പറഞ്ഞാൽ അത് കുറച്ചിലായി പോകും തോന്നുന്നു. അത്രയും പ്രതീക്ഷിച്ചുണ്ടായിരുന്ന ഒരു വ്യക്തിയാണ്. അപ്പോൾ മുപ്പരോടൊക്കെ ബായ് ബായ് പറഞ്ഞുകൊണ്ട് ഞങ്ങൾ മണികളോട്ട് പോവാണ്. വീണ്ടും പറയാൻ വെച്ചാൽ ഞങ്ങൾ പുറത്തേക്ക് പോകണത് ഏകദേശം ഒരു 5:30 മണിയായിരിക്കണം. പക്ഷേ നാട്ടിലെ ഒരു 7 മണിയുടെ ഒരു കാലാവസ്ഥയാണ്. 5 മണി 5:15 ആകുമ്പോഴത്തേന് ഏകദേശം ഫുള്ള് സൂര്യൻ ഒലിച്ച് നല്ല വെളിച്ചമാവും. നാട്ടിലൊരു 8 മണിയൊക്കെ ആയിരിക്കണം. ഇപ്പോൾ ചൂടൊക്കെ ഉണ്ട്. ഇതൊക്കെയാണ് ഇവിടുത്തെ വിശേഷങ്ങൾ. ഇനി എല്ലാം മഞ്ഞിലെ വിശേഷങ്ങളായിരിക്കും. ഇനി ഫെറിയിൽ ചെന്നതിന് ശേഷമാണ് ഫെറിയുടെ വീഡിയോസ് ചെയ്യാൻ. അപ്പോൾ അതായിരിക്കും നിങ്ങൾ വെയിറ്റ് ചെയ്യുക. ഞങ്ങളിപ്പോൾ സിബു പോർട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഞങ്ങൾ സിബു പോർട്ടിലെത്തിയിരിക്കുകയാണ്. ഈ കാണുന്നതാണ് സിബു പോർട്ട്. അവിടെയാണ് എൻട്രൻസ് വരുന്നത്. അപ്പോൾ ടിക്കറ്റ് കൊടുക്കുന്ന ആളൊക്കെ സെക്യൂരിറ്റി നോട്ട് അലൗഡ്. അങ്ങനെ സെക്യൂരിറ്റി ഞങ്ങളെ ടിക്കറ്റെല്ലാം ചെക്ക് ചെയ്ത് ഞങ്ങൾ ഉള്ളിൽ കയറിയിട്ടാണ്. ഉള്ളിൽ കയറിയ ഉടനെ തന്നെ ഒരു ടെർമിനൽ കൗണ്ടർ ഉണ്ട്. അവിടെ നമുക്ക് അഡോൾട്ടിൻ്റെ ഒരു 25 റുപ്പീസ് ടെർമിനൽ ഫീ അടക്കണം. കുട്ടികൾക്ക് ഫ്രീ ആണ് കേട്ടോ. പിന്നെ ഞങ്ങൾ മസിങ്കല ഫെറിയുടെ ടിക്കറ്റ് എടുത്തത് ഓഫ്ലൈൻ ആയിട്ടായിരുന്നു. നിങ്ങൾ ഓൺലൈനായിട്ടാണ് ബുക്ക് ചെയ്യുന്നതെങ്കിൽ തീർച്ചയായിട്ടും ഹാർഡ് കോപ്പി കരുതുക ടിക്കറ്റിൻ്റെ. അതല്ലെങ്കിൽ ഇവിടെ ടെർമിനലിൽ വീണ്ടും നിങ്ങൾ 200-150 രൂപ കൊടുത്തിട്ട് ഹാർഡ് കോപ്പി എടുക്കേണ്ടി വരും. നിങ്ങൾ ഓൺലൈനായിട്ട് എടുത്ത ടിക്കറ്റ് മൊബൈലിൽ കാണിച്ചാലൊന്നും ഇവർ സമ്മതിക്കില്ല. QR കോഡ് കാണിച്ചാലൊന്നും അക്സെപ്റ്റ് ചെയ്യില്ല. നിങ്ങളത് പ്രത്യേകം ശ്രദ്ധിക്കുക ഓൺലൈനായിട്ട് ടിക്കറ്റ് ബുക്ക് ചെയ്യുന്നവർ. പിന്നെ ഈ ഇരിക്കുന്ന മൊത്തം പാസഞ്ചറും നമ്മൾ പോകുന്ന മസിങ്കല ഫെറിയിൽ വരാനുള്ളവരാണ്. ഈ മസിങ്കല എന്ന ഫെറിയിൽ ഏകദേശം 750 മുതൽ 950 വരെ പാസഞ്ചറൊക്കെ ക്യാരി ചെയ്യാൻ പറ്റുന്ന ഷിപ്പാണ്. ഞങ്ങളിരിക്കുന്നത് സോൺ 1-ലാണ്. ഇതുപോലെ തന്നെ സോൺ 2ഉം സോൺ 3 ഒക്കെ ഉണ്ട്. ഇവിടെയൊക്കെ ഒരുപാട് പാസഞ്ചറുകളുണ്ട്. ഏകദേശം 800ൻ്റെ മുകളിൽ പാസഞ്ചർ ഉണ്ടെന്നാണ് തോന്നുന്നത്. ഇവിടെ ഇരിക്കുന്നത് 95% ലോക്കൽ പീപ്പിളാണുള്ളത്. അതിന് കാരണം എന്താ വെച്ചാൽ ഈ ഷിപ്പിൽ പോകുന്നവർക്ക് 50 കിലോ വരെ ലഗേജ് ക്യാരി ചെയ്യാൻ പറ്റും. ഫ്ലൈറ്റിലാണ് പോകുന്നതെങ്കിൽ 15 to 20 കിലോ മാത്രമേ പറ്റുകയുള്ളൂ. അതുകൊണ്ടാണ് ഇവിടെയുള്ളവർ കൂടുതലും ഫെറി ആശ്രയിക്കുന്നത്. അങ്ങനെ ഞങ്ങൾ സിബു സീപോർട്ടിൽ എല്ലാ ചെക്കിങ് കഴിഞ്ഞിട്ട് ഡിപ്പാർച്ചറിയിൽ എത്തിയിരിക്കുന്നത്. പിന്നെ ഇപ്പോൾ സമയം 7 മണി കഴിഞ്ഞ് 10 മിനിറ്റാണ്. 9 മണിക്കാണ് ഞങ്ങളെ ഫെറി പോകുന്നത്. അപ്പോൾ ഇനിയും ടൈമുണ്ട്. ഞങ്ങൾ ഇവിടുന്ന് കുറച്ച് ഉള്ളിലോട്ട് പോകണം. ഹോട്ടലിൽ ബസ്സുണ്ട്. ആ ബസ് ക്രൂസിലൊക്കെ എത്തും. അപ്പോൾ ഇനി അത് കഴിഞ്ഞ ശേഷം ക്രൂസിലെത്തിയ ശേഷം അവിടുത്തെ വിശേഷങ്ങൾ വീഡിയോ കാണിക്കാം. ഇത്രയൊക്കെയാണ് സിബു പോർട്ടിലെ വിശേഷങ്ങൾ. അങ്ങനെ ഞങ്ങൾ ഫൈനൽ കോൾ വന്നിരിക്കുന്നു ഞങ്ങൾക്ക് ഷിപ്പിലോട്ട് പോകാനുള്ള. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇതാ ബസ് വന്നിട്ടുണ്ട്. ഞങ്ങൾ ബസ്സിലോട്ട് കയറാൻ വേണ്ടി പോവുകയാണ്. ഇനി ബസ്സിൽ കയറിയിട്ട് വേണം ഷിപ്പിലോട്ട് പോകാൻ. അപ്പോൾ ഞങ്ങൾ ബസ്സിലോട്ട് കയറാൻ വേണ്ടി പോവുകയാണ്. അങ്ങനെ ഞാനിതാ ലഗേജെല്ലാം ബസ്സിൽ വെച്ചതിന് ശേഷം ഞങ്ങൾ ബസ് കയറിയിട്ട് ഞങ്ങൾ ഷിപ്പിലോട്ട് പോകാൻ വേണ്ടി നിൽക്കുകയാണ്. കയറിയ ഉടനെ തന്നെ റയാന് സീറ്റ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ റയാൻ അവിടെ ഇരിക്കുന്നുണ്ട്. വൈഫും റാഹിലും പാടെ ബാക്ക് വശത്തൂടെ കയറിയിട്ടുള്ളത്. ബാക്കിൽ റയാനും എൻ്റെ വൈഫ് അവിടെ നിൽക്കുന്നുണ്ട്. അവർക്ക് സീറ്റ് കിട്ടിയിട്ടില്ല. അങ്ങനെ ഞങ്ങളിതാ ബസ് ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട് ഫെറിയിലോട്ട് പോവുകയാണ്. അപ്പോൾ ഇവിടുന്ന് കുറച്ചുകൊണ്ട് പോകാനുണ്ട് ഫെറി കിട്ടാം. അപ്പോൾ ഞങ്ങൾ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഞങ്ങൾ ബസ്സിൽ ഫെറിയിലേക്ക് പോകുന്നതിനിടയ്ക്ക് ഒരുപാട് ഷിപ്പുകളൊക്കെ അവിടെ കാണുന്നുണ്ട് കേട്ടോ സീപോർട്ടിൽ. അതിനിടയ്ക്കാണ് വിൻഡോ കൂടെ ഞങ്ങൾക്ക് പോകാനുള്ള മസിങ്കല ഫെറി കണ്ടത്. അപ്പോൾ ആ കാണുന്നതാണ് ഞങ്ങൾക്ക് പോകാനുള്ള ഫെറി. അങ്ങനെ ഞങ്ങൾ ബസ് ഫെറിൻ്റെ അടുത്തെത്തിയിരിക്കുന്നു. അതിൻ്റെ ഇടയ്ക്ക് ഒരു പോർട്ടർ വന്നിട്ട് ഞങ്ങൾ ലഗേജ് എല്ലാം ക്യാരി ചെയ്യാൻ ചോദിക്കുന്നുണ്ട്. ഇപ്പോൾ ഈ കാണുന്ന കേട്ടോ ഞങ്ങൾക്ക് പോകാനുള്ള ഫെറി മസിങ്കല എന്ന് പറഞ്ഞ ഫെറി. അത്യാവശ്യം നല്ല വലുപ്പമുള്ള ഫെറിയാണ് കേട്ടോ. ട്യൂഗോ എന്ന് പറഞ്ഞ കമ്പനിയാണ് ഈ ഷിപ്പിൻ്റെ സർവീസുകളെല്ലാം നടത്തുന്നത്. പിന്നെ നമ്മളെ പോർട്ടർ നമ്മളെ കൂടെ തന്നെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഈ ഭാഗത്താണ് ഈ സെക്യൂരിറ്റി ചെക്കിങ് ഉള്ളത്. അപ്പോൾ അങ്ങോട്ടാണ് ഞങ്ങൾ പോകുന്നത്. അപ്പോൾ ഞങ്ങൾ ലഗേജെല്ലാം ഇവിടെ വെച്ചിട്ടാണ് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ അവിടെ സെക്യൂരിറ്റിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. This one also backpack also.
Lahat po ng bag, pakibaba mo. Pwede po ito yung bag here. Back there. Hey man, won't go there. പിന്നെ പോർട്ടർ ഉണ്ടല്ലോ വൈഫിനോട് കൺവിൻസ് ചെയ്തിട്ട് ഓക്കെ എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ അതിനിടയ്ക്ക് ഇതാ സെക്യൂരിറ്റി ആ ഡോഗിനായിട്ട് ബാഗ് ചെക്ക് ചെയ്യാൻ വേണ്ടി വന്നിട്ടുണ്ട്. അപ്പോൾ അതാ ബാഗ് ചെക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ റീഹാനും ബാഗ് കയ്യിലാണ് പിടിച്ചിരുന്നത്. അപ്പോൾ അത് വെക്കാൻ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ഡോഗ് ചെക്ക് ചെയ്ത് ഓക്കെ എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ ബാഗൊക്കെ എടുത്തിട്ട് ഇനി ഫെറിയിലോട്ട് കയറാൻ പോവുകയാണ്. റിഹാൻ അതാ മുന്നിൽ നടക്കുന്നുണ്ട്. അങ്ങനെ ഷിപ്പിൽ കയറുമ്പോഴുള്ള സെക്യൂരിറ്റി ചെക്കിങ് കഴിഞ്ഞിരിക്കണേ. ഡോഗിനായിട്ട് അങ്ങനെ ബാഗ് ചെക്ക് ചെയ്യുന്നത് ഒരു ലൈനിൽ നിർത്തിയിട്ട് ഷിപ്പിലോട്ട് കയറാൻ നിൽക്കുകയാണ്. പിന്നെ ഈ കാണുന്ന സ്റ്റെയറൊക്കെ കയറിയിട്ട് വേണം ഫെയറിൻ്റെ ഉള്ളിലോട്ട് എത്താൻ കേട്ടോ. അപ്പോൾ ഇതാ ഞാനിതാ ഫെയറിൽ കയറാൻ വേണ്ടിയിട്ട് സ്റ്റെപ്പ് കയറി മുന്നോട്ട് പോവുകയാണ്. പിന്നെ ഞങ്ങളെ കയ്യിൽ വലിയൊരു ലഗേജ് ഉണ്ടായിരുന്നു. അത് ആ പോർട്ടർ കയ്യിലാണ് കൊടുത്തിട്ടുള്ളത്. അത് ഞങ്ങൾ കയറി ചെയ്യുകയാണെങ്കിൽ ഈ സ്റ്റെയറൊക്കെ എങ്ങനെ കയറി പോകാനാ, അത്രയ്ക്കും വെയിറ്റുള്ള ലഗേജായിരുന്നു ഞങ്ങളെ കയ്യിലുണ്ടായിരുന്നത്. പിന്നെ പകുതി സ്റ്റെപ്പ് കയറി ഉള്ളിൽ കയറിയപ്പോൾ അവിടെ എസ്കലേറ്റർ ഉണ്ടായിരുന്നു. എസ്കലേറ്റർ കയറി ഞങ്ങൾ ചെന്നപ്പോൾ ഉടനെ അവിടെ ഒരു സെക്യൂരിറ്റി ഉണ്ട്. അപ്പോൾ ഞങ്ങൾക്ക് ഗൈഡ് തന്നു എങ്ങോട്ടാണ് പോകേണ്ടതെന്നൊക്കെ. അപ്പോൾ ഞങ്ങൾ അതനുസരിച്ചാണ് ഞങ്ങൾ പോകുന്നത്. അപ്പോൾ ഞങ്ങൾ ഏകദേശം ഫെയറിൻ്റെ ഉള്ളിലെത്താനായിരിക്കുന്നു. അങ്ങനെ തന്നെ ഞങ്ങളിതാ ഫെയറിൻ്റെ ഉള്ളിലെത്തിയിരിക്കുന്നു. അപ്പോൾ ഇവിടെ തന്നെ ഒരുപാട് വെൽക്കം ചെയ്യാൻ വേണ്ടിയിട്ട് അവിടുത്തെ സ്റ്റാഫുകളുണ്ട്. ടൂറിൻ്റെ ഞങ്ങൾ ടിക്കറ്റെല്ലാം കൊടുത്ത് ഞങ്ങൾ ഉള്ളിൽ കയറി. അങ്ങനെ അവിടുത്തെ സ്റ്റാഫ് പറഞ്ഞ പ്രകാരം ഞങ്ങളിതാ റൂമിലോട്ട് പോവുകയാണ്. ഞങ്ങളുടെ റൂം ബിസിനസ് ക്ലാസ്സാണ്. അപ്പോൾ അങ്ങോട്ട് പോവുകയാണ്. ഷിപ്പിനുള്ളിൽ കയറിയിരിക്കണേ. ഈ റൂം കാണിച്ചു തരാം. ഇതാണ് ബിസിനസ് ക്ലാസ് റൂം. ഇതാണ് ഞങ്ങളുടെ റൂം. ബിസിനസ് ക്ലാസ് 211 to go. റൂം കാണിച്ചു തരാം. ഇതാണ് റൂം. ഷിപ്പിലെ ബിസിനസ് ക്ലാസ്സിൻ്റെ റൂമിനുള്ളിൽ കയറി കഴിഞ്ഞാൽ റൈറ്റ് സൈഡിലായിട്ട് ഒരു 14 ഇഞ്ചിൻ്റെ TV ഉണ്ട്. അതിൻ്റെ മുകളിലായിട്ട് ഒരു കബോർഡ് സെറ്റ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ തൊട്ടടുത്തായിട്ടാണ് വാഷ് സ്പേസ് സെറ്റ് ചെയ്തിട്ടുള്ളത്. അവിടെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഷാമ്പു കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. അതുകൂടാതെ അവിടെ വാട്ടർ ബോട്ടിലുണ്ട്. വാഷ് സ്പേസിൻ്റെ താഴെയായിട്ട് സ്റ്റോറേജും ഉണ്ട്. അവിടുന്ന് കുറച്ച് ഫ്രണ്ടിലായിട്ടാണ് നമ്മളുടെ ബർത്ത് വരുന്നത് കേട്ടോ. ഡബിൾ ടക്കർ ബർത്താണ് വരുന്നത്. അതിൻ്റെ ലെഫ്റ്റ് സൈഡിലായിട്ടാണ് നമുക്ക് ഇരിക്കാനുള്ള സോഫ സെറ്റും ടേബിളൊക്കെ വെച്ചിട്ടുള്ളത്. ഞാൻ ആ ടേബിളിൽ ലാപ്ടോപ്പ് വെച്ചിട്ടുണ്ട്. അതേമാതിരി സോഫയിൽ എൻ്റെ ലഗേജ് എല്ലാം വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ കാണുന്ന ആട്ട ഞങ്ങൾക്ക് കിടക്കാനുള്ള ബർത്ത്. ഇത് താഴെ ബർത്താണ്. ഇവിടെ നമുക്ക് ഒരു വലിയ ആൾക്കും ഒരു കുട്ടിക്കും കഷ്ടിച്ച് കിടക്കാൻ പറ്റും. ഇവിടെ അപ്പർ ബർത്തിൽ അതിൻ്റെ മകനായ റീഹാൻ അവിടെ കിടപ്പുണ്ട്. ഇപ്പോൾ ഇവിടെ ഒരു വിൻഡോ ഉണ്ട്. ലഗേജ് ഉണ്ടായത് കാരണം ആ വിൻഡോ കാണിക്കാൻ പറ്റില്ല. ഇത്രയൊക്കെയാണ് ഈ റൂമിൻ്റെ വിശേഷങ്ങൾ. ഇനി റൂമിൽ നിന്നും പുറത്തിറങ്ങിയിട്ട് മറ്റുള്ള വിശേഷങ്ങൾ കാണിച്ചു തരാം. ഞാൻ റൂമിൽ നിന്ന് പുറത്തിറങ്ങിയിട്ട് മെയിൻ ലോബിയിൽ എത്തിയിരിക്കുന്നത്. ഇവിടെ ഒരുപാട് ആൾക്കാർ ഇരിക്കുന്നുണ്ട്. ഇവിടെ ഒരുപാട് ടൂഗോയുടെ സ്റ്റാഫ് ഉണ്ട് കേട്ടോ. അവരൊക്കെ നല്ല പെരുമാറ്റമായിട്ടുള്ളത്. അതിന് നേരെ ഫ്രണ്ടിലായിട്ട് ഒരു ടോയ്സ് ഷോപ്പ്, അതിന് തൊട്ടടുത്തായിട്ട് ഒരു ഗാർമെൻറ്റ് ഷോപ്പ് ഉണ്ട്. അതിൻ്റെ തൊട്ടടുത്തായിട്ട് വെൽക്കം ബോർഡിൻ്റെ ഇൻഫർമേഷൻ കൗണ്ടർ ഉണ്ട്. അവിടെ നമുക്ക് എന്ത് ഡൗട്ട് ഉണ്ടെങ്കിൽ അവിടെ പോയി ചോദിക്കാം. അവിടെ നിന്ന് കുറച്ച് മുന്നോട്ട് നടക്കുമ്പോൾ അവിടെ ഒരു വാട്സൺ എന്ന് പറഞ്ഞിട്ട് ഒരു ക്വിക്ക് മാർക്കറ്റ് ഉണ്ട്. ക്വിക്ക് മാർക്കറ്റ് എന്ന് പറഞ്ഞാൽ മിനി സൂപ്പർ മാർക്കറ്റ് ആണ്. അപ്പോൾ അതിൻ്റെ ഉള്ളിലൊന്ന് കയറി നോക്കാം എന്തൊക്കെയുള്ളതെന്ന്. ഇപ്പം നമ്മൾ കയറി ചെല്ലുമ്പോൾ തന്നെ ഒരു ടേബിൾ സെൻട്രലായിട്ടിട്ടുണ്ട്. നമ്മൾ ഇവിടുന്ന് എന്തെങ്കിലും ബീവറേജ് കാര്യങ്ങളൊക്കെ എടുക്കുകയാണെങ്കിൽ അവിടെ നിന്ന് കുടിക്കാൻ പറ്റും. എൻ്റെ മുന്നിലായിട്ട് എൻ്റെ മകൻ റയാൻ നടക്കുന്നുണ്ട്. അവനാണ് എനിക്ക് ഗൈഡ് തരേണ്ടത് ഫ്രണ്ടിലായിട്ട്. ഇവിടെ ഒരുപാട് കൂൾ ഡ്രിങ്ക്സ് കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. അതുകൂടാതെ ബിയർ ഐറ്റംസ് ഒക്കെ ഉണ്ട് കേട്ടോ. ഇവിടെ ഒരുപാട് സ്നാക്സും അതേമാതിരിക്ക് ഹെൽത്തി പ്രൊഡക്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇവിടെ ഒരുപാട് ചിപ്സ് കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിരിക്കുന്നത് ഈ സൈഡിലായിട്ട്. ഇതാണ് ക്യാഷ് കൗണ്ടർ കേട്ടോ. അപ്പം ഞങ്ങളിത് അവിടെ നിന്ന് ഇപ്പോൾ ഒന്നും വാങ്ങിയിട്ടില്ല. ഞങ്ങൾ ക്വിക്ക് മാർക്കറ്റിൽ നിന്ന് പുറത്തിറങ്ങിയിട്ടില്ല. ഇനി മുകളിലോട്ട് കയറുകയാണ്. ഞങ്ങളുടെ റൂം വരുന്നത് മുകളിലോട്ടാ. ഇത് താഴെയാണ് ലോബി വരുന്നത്.
അപ്പം ഞങ്ങൾ മുകളിലോട്ട് കയറി ചെല്ലുമ്പോൾ ഫസ്റ്റ് കാണുന്ന ഒരു കോഫി ഷോപ്പ് ഉണ്ടാവും നേരെ കാണുന്നത്. ഇപ്പം ഈ റൈറ്റ് സൈഡ് കാണുന്നുണ്ട് കോഫി ഷോപ്പ് കേട്ടോ. ഇവിടുന്ന് കോഫി എല്ലാം വാങ്ങിയിട്ട് ഇവിടെ വിൻഡോയുടെ അടുത്തൊക്കെ വന്നിട്ട് നമുക്ക് പുറത്ത് കാഴ്ചകളും കണ്ടിട്ട് കോഫിയൊക്കെ കുടിക്കാൻ പറ്റും. ഇപ്പം നല്ല വെയിലാണ്, അതുകൊണ്ട് തന്നെ അങ്ങോട്ട് പുറത്തോട്ട് കാണിക്കുന്നില്ല. ഇനി നമ്മൾ പോകുന്നത് ഷിപ്പിലെ റെസ്റ്റോറൻറ്റിലേക്കാണ്. നമ്മൾ കയറി ചെല്ലുമ്പോൾ തന്നെ ഇവിടെ ഒരുപാട് ഫുഡ് ഐറ്റംസ് ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട്. ഈ കൗണ്ടറിൽ ഒരുപാട് ഫുഡ് ഐറ്റംസ് ഉണ്ട് കേട്ടോ. ഫുഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഗ്രില്ലഡ് ചിക്കൻ ഉണ്ട്, ബ്രോസ്റ്റഡ് ഉണ്ട്, സ്നാക്സ് ഉണ്ട്, സാൻഡ്വിച്ച് കാര്യങ്ങൾ, അങ്ങനത്തെ ഒരുപാട് വിഭവങ്ങൾ ഇവിടെ അവൈലബിൾ ആണ്. നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇവിടുന്ന് വാങ്ങി കഴിക്കാൻ പറ്റും. അതുകൂടാതെ നമ്മൾ ബുക്ക് ചെയ്ത ടിക്കറ്റിൻ്റെ കൂടെ ലഞ്ച്, ഡിന്നർ, സ്നാക്സ് ഒക്കെ അവൈലബിൾ ആണ് കേട്ടോ. ഇതൊക്കെ ആ ടൈം ആകുമ്പോൾ ഇവർ കോൾ ചെയ്യും, അപ്പം നമുക്ക് ഇവിടെ വന്ന് കഴിക്കാൻ പറ്റും. ഇപ്പം റയാൻ അതാ മുന്നോട്ട് നടക്കുന്നുണ്ട്. അപ്പോൾ ഈ കാണുന്നതൊക്കെയാണ് നമ്മളെ റെസ്റ്റോറൻറ്റിലെ സീറ്റിംഗ് ഏരിയ. ഇവിടെ വന്നിട്ടാണ് നമുക്ക് ലഞ്ചും ഡിന്നറൊക്കെ കഴിക്കാൻ പറ്റുക. അപ്പം ഇതാണ് ഇവിടുത്തെ സിറ്റിംഗ് ഏരിയ. ഒരുപാട് സിറ്റിംഗ് ഉണ്ട്. ഇപ്പോൾ ഓരോ ക്ലാസ്സിനനുസരിച്ചിട്ട് വേറെ വേറെ സീറ്റിംഗ് ആട്ടോ ഉള്ളത്. ഇപ്പോൾ ടൂറിസ്റ്റ് ക്ലാസ് ഉണ്ട്, ബിസിനസ് ക്ലാസ് ഉണ്ട്, VIP ക്ലാസ് ഉണ്ട്. അതിനനുസരിച്ച് ഫുഡിനൊക്കെ വ്യത്യാസങ്ങളുണ്ട്. അതൊക്കെ ഞാൻ പിന്നീട് കാണിച്ചു തരാം. ഞങ്ങൾ റെസ്റ്റോറൻറ്റിൽ നിന്ന് പുറത്തിറങ്ങി റയാൻ അത് മുന്നോട്ട് നടക്കുന്നുണ്ട്. ഇപ്പോൾ ഈ ലെഫ്റ്റ് സൈഡിൽ കാണുന്നതാണ് കോഫി ഷോപ്പ്. ഇവിടെ നമുക്ക് കോൾഡ് കോഫി, എക്സ്പ്രസോ, കപ്പച്ചീനോ എല്ലാ കോഫി അവൈലബിൾ ആട്ടോ. അതുകൂടാതെ സ്നാക്സ് ഒക്കെ അവൈലബിൾ ആണ്. അപ്പം ഞാനിതാ സ്റ്റെയർ കയറിയിട്ട് മുകളിലോട്ട് പോവുകയാണ്. മുകളിലാണ് VIP റൂം വരുന്നത്. അപ്പോൾ ഇതാണ് ഏറ്റവും മുകളിലെ റൂം ഷിപ്പിലെ. അപ്പോൾ ഞാനിതാ ഇവിടുത്തെ സ്റ്റാഫ് VIP റൂമുകളുള്ള ഫുഡും കാര്യങ്ങളൊക്കെ സെർവ് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നുണ്ട്. അപ്പോൾ ഇവിടെയാണ് VIP റൂംസ് വരുന്നത്. അപ്പോൾ VIP റൂംസ് എന്ന് പറഞ്ഞാൽ സിംഗിൾ ബെഡാണ് വരുന്നത്. അത് ബിസിനസ് ക്ലാസ്സിനെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് റേറ്റ് വ്യത്യാസമുണ്ട്. ഷിപ്പിൽ എവിടെ നോക്കിയാലും ടൂഗോ ട്രാവലിൻ്റെ പരസ്യങ്ങളാണ് ഉള്ളത്. അവരാണ് ഈ ഷിപ്പ് മാനേജ് ചെയ്യുന്നത്. അതുകൊണ്ടായിരിക്കാം എവിടെ നോക്കിയാലും ടൂഗോവിൻ്റെ പരസ്യങ്ങളാണ് ഉള്ളത്. അവിടെ നിന്ന് സ്റ്റാഫ് ഇറങ്ങി വരുന്നത് ആ വഴിയാണ് ഞങ്ങളെ റൂം വരുന്നത്. അപ്പോൾ അവിടെയുള്ള ഒരു സ്റ്റാഫിനോട് എനിക്ക് പുറത്തേക്ക് പോകാൻ പറ്റുമെന്ന് ചോദിച്ചു. അപ്പോൾ അവർ പറഞ്ഞു പോകാൻ പറ്റുമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാനിതാ പുറത്തേക്ക് ഇറങ്ങിയിട്ട് പുറത്തുള്ള കാഴ്ചകൾ കാണിച്ചു തരാം. ഇതാണ് സിബു സീപോർട്ട്. ഒരുപാട് കണ്ടെയ്നറും അയച്ചുകൊണ്ട് ലോറികളൊക്കെ പാസ് ചെയ്യുന്നുണ്ട്. ഇതാണ് സിബു സീപോർട്ട്. ആ കാണുന്നൊക്കെ ബിൽഡിംഗ് കാണുന്നത് സിബു സിറ്റിയാണ്. ഇപ്പോൾ ഞാനിതാ ഈ സ്റ്റെപ്പ് കയറിയിട്ട് ഷിപ്പിൻ്റെ ഏറ്റവും മുകളിലോട്ട് കയറി പോവുകയാണ്. അവിടെ നിന്ന് നമുക്ക് സിബു പോർട്ടിൻ്റെ കൂടുതൽ വിഷ്വൽ കാണാൻ പറ്റും. ഈ കാണുന്നതാണ് ഷിപ്പിൻ്റെ ബാക്ക് വശം. അപ്പോൾ അതിൻ്റെ ബാക്കിലോട്ട് ഞാൻ ഒന്ന് പോയി നോക്കുകയാണ്. അപ്പോൾ നമ്മൾ കയറി ചെല്ലുമ്പോൾ തന്നെ ടൂഗോ കമ്പനിയുടെ ലോഗോ അവിടെ കാണാം. അപ്പോൾ ഏകദേശം 8:30 മണിയായിരിക്കുന്നു. ഇനി അരമണിക്കൂറുണ്ട് നമ്മളെ ഷിപ്പ് എടുക്കാൻ. 8:30 മണിക്ക് തന്നെ നല്ല വെയിലുണ്ട് കേട്ടോ. അത്ര ചൂടൊന്നുമില്ല, കുറച്ച് കഴിഞ്ഞാൽ നല്ല ചൂടുണ്ടാവും. അപ്പോൾ അരമണിക്കൂറും പാടുണ്ടല്ലോ നമുക്ക് ഷിപ്പ് എടുക്കാൻ. അപ്പോൾ അതിനടുത്ത് ഞാൻ ഒന്ന് ചുറ്റിക്കറങ്ങിയതാണ് ഷിപ്പിൽ നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഷിപ്പിൻ്റെ ഷെയറിനൊക്കെ മുഴങ്ങുന്നുണ്ട്. എനിക്ക് തോന്നുന്നത് ഷിപ്പ് എടുക്കാനായിരിക്കും എന്ന് തോന്നുന്നു. അപ്പോൾ ഞാനിതാ ഇനി റൂമിലോട്ട് തിരിച്ചു പോവുകയാണ്.
ഞാനുള്ളത് ഈ ഫെറിയുടെ ഏറ്റവും മുകളിലാണ് ഉള്ളത്. വലിയ ഫെറിയാണ്, അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഫെറിയാണ്. താഴെയുള്ള ഭാഗങ്ങളൊക്കെ കാണിച്ചില്ല, ഒരുപാട് മിനി സൂപ്പർ മാർക്കറ്റും അതേമാതിരി എന്താ പറയാ ഫുഡ് കോർട്ടും എല്ലാ കാര്യങ്ങളും ഉണ്ട് താഴെ. എൻ്റെ മുകളിലാണ്. ഞാൻ അങ്ങോട്ട് വന്നിട്ട് ഒന്ന് ഷിപ്പ് എടുക്കണേ മുന്നേ ഒന്ന് വന്ന് വീഡിയോസ് എടുത്താണ്. ഈ കാണാണ് സിപ്പ് ബോട്ടിന്റെ ഭാഗങ്ങള്. അങ്ങോട്ടാണ് സിപ്പ് സിറ്റി വരുന്നത്. അങ്ങനെ ഞങ്ങൾ ഷിപ്പ് ഇതാ സിബു പോർട്ടിൽ നിന്നും മനിലോട്ട് പോവുകയാണ്. അപ്പം അങ്ങ് അകലെ കാണുന്നതാണ് സിബു സിറ്റി. ഇപ്പം ഞങ്ങൾ സിംഗപ്പൂരിൽ നിന്നും സിബുവിൽ എത്തിയിട്ട് ഏകദേശം ഒരു 18 ദിവസം കഴിഞ്ഞു. ഞങ്ങൾ സിബുവിനോട് ബൈ ബൈ പറഞ്ഞിട്ട് ഇതാ ഷിപ്പിൽ ഞങ്ങൾ മനിലോട്ട് പോവുകയാണ്. ഇപ്പോൾ നിങ്ങൾക്ക് അങ്ങ് അകലെ ഒരു ഫെറി പാസ് ചെയ്യുന്നത് കാണാം. ഇതിൻ്റെ മുന്നത്തെ വീഡിയോസിലൊക്കെ ഞങ്ങൾ ഫെറിയിൽ ബോഹോൾക്ക് പോയിരുന്ന വീഡിയോസ് കിട്ടുന്നുണ്ടായിരുന്നു. അതുപോലത്തെ ഫെറിയാണ് ആ പോകുന്നത്. അതിൻ്റെ വീഡിയോസൊക്കെ എൻ്റെ ചാനലുണ്ട്, നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ അവിടെ പോയി കാണാൻ പറ്റും. അതുപോലെ തന്നെ ബോഹോളിൻ്റെ ഒരുപാട് നല്ല വീഡിയോസ് ഞാൻ ചെയ്തിട്ടുണ്ട്, അത് എൻ്റെ ചാനലിലുണ്ട്. എല്ലാവരും അവിടെ പോയി കാണണം, നല്ല വീഡിയോസാണ്. ഇനി ഞാനിതാ റൂമിലോട്ട് തന്നെ തിരിച്ചു പോവുകയാണ്. അതിരാവിലെ നീറ്റതുകൊണ്ട് നല്ല ക്ഷീണമുണ്ട്. അപ്പോൾ റൂമിൽ ചെന്നിട്ട് ഒന്ന് വിശ്രമിക്കണം. അപ്പം അതിന് വേണ്ടിയിട്ട് റൂമിലോട്ട് നടന്നു പോവുകയാണ്. ഞങ്ങൾ റൂമിലോട്ട് പോകുന്ന വഴിയാണിത്. Good morning. Yeah, thank you. Yeah, good morning. Yeah, good morning. അപ്പോൾ ഈ കാണുന്നതാണ് ഞങ്ങളുടെ ബിസിനസ് ക്ലാസ് റൂം 211 to go. ഇനി അടുത്ത വീഡിയോയിൽ ഷിപ്പിൻ്റെ കൂടുതൽ വിശേഷങ്ങളുമായി വീണ്ടും കാണാം. അതുവരെക്കും എല്ലാവർക്കും ബൈ.